നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു കർണാടകയിലെ രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനം. അതിലെ പ്രതി ഇതുവരെയും പിടികൂടാനായി പോലീസിനോ NIA സംഘത്തിനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരം കൈമാറുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി NIA. പ്രതിയെക്കുറിച്ചുള്ള വിവരം കൈമാറുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് NIA പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരം പരമരഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നും അന്വേഷണ ഏജൻസി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാർച്ച് 1 തീയതിയാണ് ബംഗളൂരു രാമേശ്വരം കഫേയിൽ സ്ഫോടനം സംഭവിച്ചത്. സംഭവത്തിൽ 9 പേർക്ക് പരിക്കേറ്റിരുന്നു. തൊപ്പിയും മാസ്കും ധരിച്ച് 11:30 കഫേയിലെത്തിയ ഒരു വ്യക്തിയാണ് IED അടങ്ങിയ ബാഗ് കഫേയിൽ കൊണ്ടുവച്ചതെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇയാളുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പക്ഷേ ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമല്ലായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 4 പേരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. മാർച്ച് 4 തീയതിയായിരുന്നു കേസിൽ അന്വേഷണ ഏജൻസിയായി NIA കടന്നു വന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം NIAക്ക് ഇത് കൈമാറിയത്. അക്രമത്തിന് പിന്നിൽ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെയാണ് ദൃശ്യം നേരത്തെ തന്നെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ അയാളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പാരിതോഷികവും NIA പ്രഖ്യാപിച്ചു. കേസിൽ 4 പേർ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് സൂചന പുറത്തുവിട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:56 സ്ഫോടനം സംഭവിച്ചത്. അതിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപ് 11:30 എത്തിയ പ്രതി ഇയാൾ കഫേയിൽ നിന്നും ഇഡലി ഓർഡർ ചെയ്തിരുന്നു. ഇയാൾ കടയിലേക്ക് വരുന്നതടക്കമുള്ള 1.5 മണിക്കൂർ നിമിഷത്തിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. 11:38 ഇയാൾ ഓർഡർ പ്ലേസ് ചെയ്തത്. 11:44 ഇയാൾ വാഷ് ഏരിയയിലെത്തുന്നു. ശേഷം കയ്യിലുണ്ടായിരുന്ന ബാഗ് ഇവിടെ ഉപേക്ഷിച്ചു. 11:45 ഇയാൾ കഫേ വിട്ടു പോയി. ഫുട്പാത്തിലൂടെ നടക്കുന്നതിന് പകരം ഇയാൾ തിരഞ്ഞെടുത്തതാകട്ടെ റോഡ് മാർഗമായിരുന്നു. ഇങ്ങനെ സഞ്ചരിക്കാൻ കാരണം ഒരുപക്ഷെ CCTV ക്യാമറയിൽ പെടാതിരിക്കാനാണെന്നുള്ള അനുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘവും. 12:56 സ്ഫോടനമുണ്ടാകുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്. എന്നാൽ ബംഗളൂരുവിലാകട്ടെ ഇന്നും വീണ്ടും ഒരു സ്ഫോടന ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ബംഗളൂരുവിൽ പലയിടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഇമെയിൽ സന്ദേശം ലഭിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി, DGP, ആഭ്യന്തരമന്ത്രി എന്നിവരുടെ ഇമെയിൽ ID-യിലാണ് ഈ സന്ദേശം എത്തിയത്. ഷഹീദ് ഖാൻ എന്ന പേരുള്ള ഒരു ID-യിൽ നിന്നാണ് ഭീഷണി സന്ദേശം എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 25 ലക്ഷം രൂപയാണ് ഇയാൾ പകരമായി ആവശ്യപ്പെട്ടത്. ഇല്ലായെങ്കിൽ നഗരത്തിലെ പല പ്രധാന കേന്ദ്രങ്ങളിലും ബോംബ് പൊട്ടുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ നഗരത്തിൽ പോലീസ് വലിയ തോതിലുള്ള പരിശോധന നടത്തി. സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ബംഗളൂരു പോലീസിൻ്റെ സൈബർ വിങ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.